ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിങ്ങൾ ഈ കാണുന്നത് ബജാജ് പൾസർ NS 125 2021 രജിസ്റ്റർ ചെയ്ത് 3 വർഷങ്ങൾക്കിപ്പുറം 10,000 കിലോമീറ്റർ ഓടി എൻ്റെ കയ്യിൽ വന്നൊരു സെക്കൻഡ് ഹാൻഡ് വാഹനമാണ്. അപ്പോൾ ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മാസം. 93,000 രൂപയ്ക്ക് ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കുകളൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നല്ല, ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇപ്പോൾ RC ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ പേരിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വിഷയം, ഒരു മാസമായിട്ട് ഒരു 15,000 കിലോമീറ്റർ ഞാനിപ്പോൾ മേടിച്ചിട്ട് ഒരു 5,000 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ ഒരു കുഞ്ഞു വിഷയം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, വണ്ടി സൂപ്പറാണ്, കിടുക്കാച്ചിയാണ്. മൈലേജ് ഒരു 55-60 ഉറപ്പായിട്ടും കിട്ടുന്നൊരു ഐറ്റം. കിക്ക് സ്റ്റാർട്ടുള്ള ടൈപ്പാണ്. നമുക്ക് അത്യാവശ്യം ലുക്ക് വൈസിലായാലും ലുക്ക് പ്ലസ് മൈലേജ് എന്തുകൊണ്ടും ഒരു യൂത്തന്മാർക്കൊക്കെ പറ്റിയ വണ്ടി. ഒരു 200 160 അതൊക്കെ നമുക്ക് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള അത്രയും ഒരു ക്യാഷൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ പുതിയ വണ്ടി മേടിച്ചാലും സെക്കൻഡ് ഹാൻഡ് എടുത്താലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ്. ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ടുണ്ടെങ്കിലും ഷോറൂം കണ്ടീഷനിൽ എങ്ങനെയാണോ അങ്ങനെയാണ് എനിക്കിത് കിട്ടിയത്. അതിന് മുമ്പ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പാറശാല രജിസ്ട്രേഷൻ ആയിരുന്നു. ഇപ്പം നമ്മൾ നെയ്യാറ്റിൻകര RTOയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, വണ്ടി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ പ്രശ്നത്തിന് നിങ്ങളൊരു പരിഹാരം പറഞ്ഞു തരിക. അറിയാമെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ വിഷയത്തിൽ നിന്ന് വഴുതി മാറുന്നുണ്ട്. കാര്യം വെച്ചാൽ എൻ്റെ ചാനലൊരു ഫുഡ് ബ്ലോഗിങ് ചാനലാണ്. പക്ഷേ ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് വാഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. 12 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കാണ്. അത്യാവശ്യം അര ടാങ്ക് പെട്രോളോളം കിടപ്പുണ്ട്. ഇത് E20 വേർഷൻ അല്ല, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒന്നുള്ള മോഡലല്ല, 2021 മോഡലാണ്. FI എൻജിനല്ല, ഇലക്ട്രോണിക് കാർബറേറ്ററാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം ഒരു കിടുക്കാച്ചി വണ്ടി. ഇതിൽ നമുക്ക് എൻജിൻ വാണിംഗ് വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്, പിന്നെ ഒരു സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു വാണിംഗ് വരുന്നുണ്ട്, ന്യൂട്രൽ അങ്ങനത്തെ, പിന്നെ ബജാജിൻ്റെ ഒരു സിമ്പലും വരുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ട്വിൻ സ്പാർക്ക് എൻജിനാണ്. ട്വിൻ സ്പാർക്കായിട്ട് വരുന്ന 2 പവർ പ്ലഗ് വരുന്ന എൻജിനാണ്. അപ്പോൾ ഇനി എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. വണ്ടി എടുത്ത സമയത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ ഒരു സ്പീഡിൽ നിൽക്കുന്ന ടൈമിൽ പുള്ളിക്കാരൻ നമ്മുടെ ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, അതൊന്ന് ബ്ലിങ്കായി വണ്ടി ഓഫ് ആവുന്നൊരവസ്ഥ. അതുമാത്രമല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ജസ്റ്റ് ഒരു ഹമ്പൊക്കെ കയറുമ്പോഴും ഒരു ഗട്ടറൊക്കെ ഒന്ന് കയറി ഒന്ന് സ്ലോ ചെയ്യുന്നൊരു ടൈമിൽ ബാറ്ററി ഇൻഡിക്കേറ്റർ ബ്ലിങ്കായി. ബാറ്ററി ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ആ റെഡ് കളർ. നിങ്ങൾക്ക് അറിയില്ല എന്നല്ല, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇപ്പോഴാരെങ്കിലും ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ജസ്റ്റ് ഒന്ന് മറുപടി തരണം. നമുക്കിതൊന്ന് ചർച്ച ചെയ്ത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പരസ്പരം മനസ്സിലാക്കാം. ഞാനത് കമ്പനി കൊടുത്ത് സർവീസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് സർവീസിൻ്റെ പേപ്പറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു കമ്പനി കൊടുക്കാൻ എനിക്ക് മടിയുമാണ്. ഞാൻ പുറത്ത് എവിടെയെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രശ്നം ഇതാണ് ഞാനിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുള്ള പ്രശ്നം. സ്റ്റാർട്ടാവുന്നു, ഓഫാവുന്നു, പക്ഷേ ആക്സിലേറ്റർ കൊടുക്കാതെ നിർത്തി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നല്ലോണം റൈസ് ചെയ്തെടുക്കുമ്പോൾ വണ്ടി പ്രശ്നമില്ലാതെ ഓടുന്നുണ്ട്. പിന്നെ ആ വിഷയം വരുന്നുമില്ല. രാവിലെ സമയങ്ങളിൽ എടുക്കുമ്പോൾ വരുന്നില്ല. നല്ലോണം ഓടി ഹീറ്റായി കൊണ്ട് നിർത്തിയതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു വിഷയം വരുന്നത്. ഏതെങ്കിലും മച്ചാന്മാർക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.